നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യം സംസ്ഥാനത്തെ അവയവ മാറ്റത്തിന്റെ കണക്കിൽ അവ്യക്തത. അവയവ മാറ്റത്തിന് മേൽനോട്ടം വഹിക്കുന്ന കേസ് ഓട്ടോയുടെ വെബ്സൈറ്റിലെ വിവരങ്ങളിലാണ് വ്യക്തത കുറവ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ കേസ് ഓട്ടോ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്തെ 3 ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിൽ നിന്ന് പ്രാഥമിക വിവരവും കേസ് ഓട്ടോ ശേഖരിച്ചു. കേസ് ഓട്ടോയുടെ വെബ്സൈറ്റിലെ കണക്കിലെ അവ്യക്തതയും കേരളത്തിലെ അവയവ കച്ചവടത്തെക്കുറിച്ചും ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് VS ചേരുന്നു. അനുരാഗ്, ഇപ്പോൾ കേസ് ഓട്ടോയുടെ കണക്കുകളിൽ അവ്യക്തതയുണ്ട് എന്ന് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 5-ാം ദിവസമാണ് നമ്മൾ അവയവ കച്ചവട വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് 5-ാം ദിവസം അന്വേഷണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ലക്ഷ്മി, അവയവമാറ്റത്തിൻ്റെ നോഡൽ ഏജൻസിയാണ് കേസ് ഓട്ടോ. ഈ കേസ് ഓട്ടോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവയവമാറ്റം സംബന്ധിച്ച് വ്യക്തമായ കണക്കുകളില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത. അതിൽ ഈ കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബൽ ഗ്രേഷ്യസിൻ്റെ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. ആശുപത്രികൾ വ്യക്തമായ കണക്ക് അവയവമാറ്റം സംബന്ധിച്ച് കേസ് ഓട്ടോയ്ക്ക് നൽകുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ സംവിധാനം ഈ ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നടക്കമുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം വാർത്ത നൽകിയത്. ഈ വാർത്ത പുറത്തു വന്ന് 24 മണിക്കൂറിനകം സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കേസ് ഓട്ടോയോട് വ്യക്തമായ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പ്രാഥമികമായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് കേസ് ഓട്ടോ. ഇപ്പോൾ 3 സെന്ററുകളിൽ പരിശോധന നടത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. എത്രയും വേഗം തന്നെ ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നുള്ളതാണ് കേസ് ഓട്ടോ വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ അവയവമാറ്റത്തിനായി മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യം കൂടി കേസ് ഓട്ടോ വ്യക്തമാക്കുന്നു. കാരണം ഇങ്ങനെ അവയവദാനത്തിനായി മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള സെന്ററുകളുമായി, ട്രാൻസ്പ്ലാന്റ് സെന്ററുകളുമായി പരിശോധനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം പുലർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ അതിനുള്ള വിവരം കേസ് ഓട്ടോയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വാർത്തയ്ക്ക് പിന്നാലെ 24 മണിക്കൂറിനകം തന്നെ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നു. എത്രയും വേഗം തന്നെ അവയവമാറ്റം സംബന്ധിച്ച് സംസ്ഥാനത്ത് എത്രത്തോളം അവയവമാറ്റം നടന്നിട്ടുണ്ട് അതിന്റെ കണക്കുകൾ വ്യക്തമായി തന്നെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനുരാഗാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അനുരാഗ്, ഈ 5-ാം ദിവസമാണ് ഇപ്പോൾ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അന്വേഷണം ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേസ് ഓട്ടോ വഴി. കേസ് ഓട്ടോ തന്നെ ഈ വിവരങ്ങൾ ശേഖരിച്ചതിൽ തെറ്റുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതാണ് ഈ 24 മണിക്കൂറിൻ്റെ കണക്കിപ്പോൾ അനുരാഗ് പറഞ്ഞത്. അപ്പോൾ കേസ് ഓട്ടോയെ കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഒരു വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവയവമാറ്റം സംബന്ധിച്ച് സംസ്ഥാനത്ത് ഏത് രീതിയിൽ ഒരു നടപടി നടന്നാലും അതിന് പൂർണ്ണ ഉത്തരവാദിത്തം കേസ് ഓട്ടോയ്ക്കാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബൽ ഗ്രേഷ്യസിനാണ് അതിൻ്റെ പൂർണ്ണ ചുമതല. ഇത് സംബന്ധിച്ച് വീഡിയോഗ്രാഫ് സൂക്ഷിക്കണം. ഏതെങ്കിലും ഈ മസ്തിഷ്ക മരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ, അതിലുള്ള സ്ഥിരീകരണം നടത്തുമ്പോൾ വീഡിയോഗ്രാഫ് സൂക്ഷിക്കണം. അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ നോബൽ ഗ്രേഷ്യസ് ആണ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ഒരു വാർത്ത അത് എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ള കാര്യം ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ കേസ് ഓട്ടോ വഴി ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് കൃത്യമായ വിവരം രേഖപ്പെടുത്താൻ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോബൽ ഗ്രേഷ്യസ് തന്നെ വ്യക്തമാക്കുന്നു, അവയവമാറ്റം സംബന്ധിച്ച് ആശുപത്രികൾ വ്യക്തമായ കണക്ക് നൽകുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പൂർണ്ണമായി സമ്മതിച്ചു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. അങ്ങനെ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ നോബൽ ഗ്രേഷ്യസ് എന്തുകൊണ്ട് ഈ ആശുപത്രികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ല? അല്ലെങ്കിൽ വ്യക്തമായ കണക്ക് നൽകണമെന്നുള്ള നിർദ്ദേശം ഈ ആശുപത്രികൾക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇന്നലെ നമ്മുടെ വാർത്തയിലൂടെ പുറത്തു വന്നത്. എന്തായാലും അതിൽ തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി കേസ് ഓട്ടോയ്ക്കെതിരെ എടുക്കാൻ ആരോഗ്യവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ അന്വേഷണം നടത്തി കൃത്യമായി ഓഡിറ്റ് നടത്തി അതിലുള്ള കണക്കുകൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം മാത്രമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവയവ ദാനം അല്ലെങ്കിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട്
അഞ്ച് ദിവസത്തോളം നമ്മൾ തുടരെ വാർത്തകൾ നൽകി. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം ആരോഗ്യവകുപ്പ് ഈ ആശുപത്രികൾക്കെതിരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഗൗരവതരമായി തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്ത ഈ കണക്കിൽ വെബ്സൈറ്റിൽ കണക്കുകളിൽ അവ്യക്തതയുണ്ട്. അത് എന്തായാലും 24 മണിക്കൂറിനകം തന്നെ അതിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ 5 ദിവസത്തോളം നൽകുന്ന അതിനേക്കാൾ ഗൗരവതരമായ ഈ സംഭവത്തിൽ എന്തുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല? അല്ലെങ്കിൽ ഈ ആശുപത്രികൾക്കെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും പ്രതികരിക്കാൻ ഇതുവരെ ആരോഗ്യമന്ത്രിയോ ആരോഗ്യവകുപ്പിലെ മറ്റുദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഗൗരവതരമായി തന്നെ കാണേണ്ടത്. തീർച്ചയായും ഗുരുതരമായ മൗനം തുടരുക തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഈ കണക്കുകളിലെ അവ്യക്തത അത് പരിഹരിക്കാൻ അവർ തയ്യാറാണ്. കേസ് ഓട്ടോ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ്.